ഹേ ഗായ്സ്, അപ്പോൾ ഇന്നൊരു കടലക്കറി ഉണ്ടാക്കാൻ കുറച്ച് ദിവസമായി യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നാണ് ടൈം കിട്ടിയത്. അപ്പോൾ നമുക്ക് കടലക്കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ചട്ടി ചൂടായതിനു ശേഷം നമുക്കതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയോ സൺഫ്ലവറോ അങ്ങനെ എന്തെങ്കിലും ഒഴിച്ചിട്ട്, പിന്നെ അതിലോട്ട് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും ഇട്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഒരു 2 ചെറിയ സവോളയാണ് ഞാൻ ചേർത്തത്. അപ്പോൾ അതുകൂടെ ഇട്ട് 2 നല്ല എരിവുള്ള പച്ചമുളക്, 2 അല്ല 1 കേട്ടോ. അപ്പോൾ എരിവുള്ള പച്ചമുളകും ഒരു പകുതി തക്കാളിയും കൂടെ ഒന്നിട്ട് നന്നായിട്ട് വഴട്ടിയെടുക്കുക. അതിനുശേഷം നല്ല പൊടികൾ ചേർക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇത്രയാണ് ഞാൻ ചേർത്തേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് പച്ചമണം പോകുന്ന വരെ വഴട്ടി കൊടുത്തതിന് ശേഷം ഉപ്പിട്ട് വേവിച്ച് വെച്ചേക്കുന്ന കടല ഇട്ട് കൊടുക്കുക. കടല ഇട്ട് അതൊന്ന് മസാലയെല്ലാം കടലയിൽ പിടിക്കുന്നത് വരെ ഒന്ന് വഴട്ടി കൊടുക്കുക. നമ്മളിതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല, കാരണം കടലയിൽ ഉപ്പുള്ളത് കൊണ്ടാണ്. പിന്നെ തേങ്ങ ഞാൻ ഇവിടെ വേറെ മസാലയൊന്നും ചേർത്ത് അരച്ചിട്ടില്ല. തേങ്ങയും കുറച്ച് ചെറിയ ജീരകവും ഒരു കുഞ്ഞ് ഏലക്കയും കൂടെ ചേർത്താണ് ഞാൻ അരച്ചേക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിൽ ആവശ്യത്തിനുള്ള തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ഒഴിക്കരുത്, തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൽ ഉപ്പില്ല എന്ന് തോന്നുമെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. എനിക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ചിട്ട് കൊടുത്തത്. പിന്നെ അടച്ച് വെച്ച് തിളപ്പിച്ച് അതൊന്ന് വറ്റാറാകുമ്പോഴത്തേക്ക് ഒരു നുള്ള് ഗരം മസാലയും പിന്നെ മല്ലിപ്പൊടിയും കൂടെ ഇട്ട്, മല്ലി ഇലയും കൂടെ ഇട്ട് ഒന്ന് വാങ്ങി വെക്കുക. സൂപ്പർ ടേസ്റ്റാണ്. ഇടിയപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെ ആണെങ്കിലും പൊളിയാണ്. ട്രൈ ചെയ്യുക. താങ്ക്